ഇന്ത്യയുമായി ഇന്തോനേഷ്യയ്ക്ക് ഊഷ്മളമായ ബന്ധമാണുള്ളത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ അദ്ദേഹം ജനുവരി 26-ാം തീയതി ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മുടെ വിശിഷ്ട അതിഥിയായി ഇന്ത്യയിലേക്ക് എത്താൻ ക്ഷണം സ്വീകരിക്കപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് അദ്ദേഹത്തെ നമ്മൾ ക്ഷണിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു സംഭവം നടന്നു. അതായത് പ്രബോവോ സുബിയാന്തോ ഇന്ത്യയിലെത്തി റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം നേരെ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലേക്കായിരിക്കും പോകുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പരന്നത്. ഇതോടുകൂടി ഇന്ത്യ ആ കാര്യത്തിൽ ക്ഷുഭിതമായി എന്നാണ് അറിയാനും സാധിക്കുന്നത്. അതായത് ഇന്ത്യയിൽ സന്ദർശിച്ച ശേഷം നേരെ പാകിസ്ഥാനിലേക്ക് പോകുന്നത് നമ്മുടെ രാജ്യത്തിന് സ്വീകാര്യമല്ല എന്ന് കൃത്യമായി ജക്കാർത്തയെ ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ആ സന്ദർശനം വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് പ്രബോവോ സുബിയാന്തോ എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. എന്നാൽ അദ്ദേഹം മലേഷ്യയിലേക്ക് പോയി കഴിഞ്ഞ ശേഷം മലേഷ്യയിൽ നിന്നും അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോകുമോ എന്നറിയില്ല. കാരണം അദ്ദേഹം മലേഷ്യയും സന്ദർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ പോകുമോ എന്നറിയില്ല. പക്ഷേ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ വിശിഷ്ട അതിഥിയായി വന്ന ശേഷം അദ്ദേഹത്തോട് പാകിസ്ഥാനിലേക്ക് പോകണ്ട എന്നുള്ള രീതിയിലാണ് ഇന്ത്യ സംസാരിച്ചത്, അല്ലെങ്കിൽ നയതന്ത്ര നീക്കങ്ങൾ നടത്തിയത്. റിപ്പബ്ലിക് ദിന പരേഡിന് അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. പോരാത്തതിന് മുഖ്യാതിഥിയെ പ്രഖ്യാപിക്കുന്നതിൽ കാലതാമസം എടുത്തിരുന്നു. എന്നാൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് അതേ ദിവസം ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. അതുകൊണ്ട് അദ്ദേഹത്തെ മുഖ്യാതിഥിയായി ക്ഷണിച്ചു എന്നും വേറൊരു നറേറ്റീവും പരക്കുന്നുണ്ട്. എന്തായാലും ഉഭയകക്ഷി സന്ദർശനങ്ങൾക്കായി പോലും ഇന്ത്യയിലേക്കുള്ള അവരുടെ യാത്രാ പദ്ധതികൾ പാകിസ്ഥാനുമായി കൂട്ടിക്കലർത്തരുത് എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ രാജ്യങ്ങളുമായി ഉള്ള നയതന്ത്രത്തിൽ, അല്ലെങ്കിൽ അവരുമായി നമ്മൾ പുലർത്തുന്ന ഒരു സൗഹൃദത്തിലുള്ള ഒരു വിള്ളലാണ് എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് പ്രസിഡന്റ് മലേഷ്യയിലേക്ക് പോവുകയാണെങ്കിൽ ഇസ്ലാമികാബാദിലേക്ക് പോകുന്നതിൽ ഇന്ത്യക്ക് എതിർപ്പുണ്ടോ ഇല്ലയോ എന്നും ഇന്ത്യ ഇതുവരെ അറിയിച്ചിട്ടില്ല. ഇന്തോനേഷ്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പാം ഓയിൽ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് ഇന്തോനേഷ്യയിൽ നിന്നാണ്. ആ പാം ഓയിൽ ഇന്തോനേഷ്യ നമ്മുടെ രാജ്യത്തിലേക്ക് അവരുടെ രാജ്യത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നതിന് ഒരു കഥയുണ്ട്. കാരണം മലേഷ്യയിൽ നിന്നായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ പാം ഓയിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. എന്നാൽ മലേഷ്യ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ തുടങ്ങിയപ്പോഴാണ് മലേഷ്യയെ കട്ട് ചെയ്ത് ഇന്തോനേഷ്യയെ നമ്മൾ സെലക്ട് ചെയ്തത്. അങ്ങനെ ഇന്തോനേഷ്യ പാം ഓയിൽ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നായി മാറി. അങ്ങനെ ഇന്തോനേഷ്യയുടെ സാമ്പത്തിക വ്യവസ്ഥയും വളർന്നു. എന്നാൽ മലേഷ്യയുടെ സാമ്പത്തിക ഭദ്രത മുഴുവൻ തകർന്നു പോകുന്നൊരു കാഴ്ചയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ പറയുന്ന കാര്യങ്ങൾ മലേഷ്യ കേൾക്കും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.